എവ്രിവൺ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാജലക്ഷ്മി. സോ ഇന്ന് പ്രേക്ഷകരുടെ എനർജി കിട്ടിയിരിക്കുന്നത് എംപ്രസ് കാർഡാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ എംപ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, നാ സി ഗൈസ്, എനർജിയാണ്. എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. ഓക്കെ, ക്ലെയിം ചെയ്യാൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ എത്ര ലൈക്ക് ചെയ്യുന്ന വീഡിയോ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ എനർജി ക്ലെയിം ചെയ്യുകയാണ്. കമൻറ്റ് എഴുതുമ്പോഴും നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, സോ ലെറ്റ് സി എന്താണ് എംപ്രസ് എനർജി പ്രേക്ഷകരുടെ ജീവിതത്തിൽ. ക്വീൻ ഓഫ് സ്വോർഡ്സ്, ടെംപറൻസ്, Ace of Cups, Six of Pentacles. Now ഈ ഒരു എനർജി സ്പെസിഫിക്കലി ഏതൊക്കെ പ്രേക്ഷകർ ഏറെ സ്ട്രഗിളിലൂടെ പോയിട്ടുണ്ട്. സ്ട്രഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാക്തർക്കങ്ങളിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലി എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ നിങ്ങൾക്ക് അവർക്കെതിരെ പോകേണ്ട ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിലോ, ഓർ നിങ്ങൾക്കെതിരെ ഒത്തൊരുമിച്ച് നടക്കുന്ന ആൾക്കാർക്കെതിരെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലോ, എവിടെ നിങ്ങളൊരു ഒരു കൽപ്പന, ദാറ്റ് ഈസ് ഒരു ഡിസിഷൻ, ഫേം ഡിസിഷൻ, ആൻഡ് ആ ഡിസിഷനിൽ നിന്ന് മാറ്റമില്ല എന്ന് നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രേക്ഷകർക്കാണ് ഈ ഒരു എനർജി. ഓക്കെ, എവിടെ നിങ്ങൾക്ക് ബാലൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, എവിടെ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റി, നിങ്ങളുടെ ജോലിയാകാം, ഫാമിലി ആകാം, ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, എവിടെ ഹീറ്റ് റിലേറ്റഡ് ഇഷ്യൂസ്, ഓക്കെ, ബോഡിയിലെ ഇൻറ്റേർണൽ ബോഡിയിൽ ഹീറ്റ് റിലേറ്റഡ് ഇഷ്യൂസോ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ടോ, ഓക്കെ, അവർക്കാണ് ഈ എനർജീസ് വരുന്നത്. നിങ്ങളുടെ ഈ ബേസിക് എനർജി, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ദൈവം തന്നത് നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അതോറിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഐ ബിലീവ് ദാറ്റ് ഈ പ്രേക്ഷകർ എപ്പോഴും ഏറെ സ്നേഹത്തോടെ ആൾക്കാർ പറയുന്നത് കേട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഓൾ റൈറ്റ്, സോ ആ എനർജിയിലുള്ള പ്രേക്ഷകർക്ക് ഇപ്പോൾ വരുന്നത്, കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം, നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ട്, ദാറ്റ് ഈസ് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നു, എങ്ങനെ ചെയ്യും ഞാനിത് എന്ന് ആലോചിക്കുന്ന നിമിഷങ്ങളിൽ വിത്തിൻ 1 or 2 hours നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലെത്തുക, അങ്ങനെ നടക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുണ്ടാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടുന്നെങ്കിലും ഒരു കാര്യം, ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആൻഡ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാകാം. ആൾക്കാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും ചെയ്യൂ, തുടരൂ എന്നതാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്നത് ബാലൻസാണ്, നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ നല്ല കർമ്മങ്ങൾക്കുള്ള അനുഗ്രഹമാണ്. കാരണം എവിടെ നിങ്ങൾ ഏറെ കൊടുത്തിരുന്നു, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല. അത് സ്നേഹമാകാം, സമ്പത്താകാം, ഫിസിക്കൽ സപ്പോർട്ടാകാം, ഓക്കെ, ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാകാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ്, നിങ്ങൾക്ക് ആ ഒരു സ്നേഹം, നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ആരും നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ റെലമിൽ നിന്ന് ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഇവർ നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ്. ഓക്കെ, ആസ് വെൽ ഇപ്പോഴും നിങ്ങൾ ആൾക്കാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദം ആകുന്നതാണ്. നിങ്ങളുടെ സ്കെയിൽസ് ബാലൻസ് ആകുകയാണ്. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾ നേരിട്ട സ്ട്രഗിൾസ്, ആ സ്ട്രഗിൾസിനെ
ബ്ലെസ്സിങ്സുമായിട്ട് ബാലൻസ് ചെയ്യുകയാണ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് പണ ഇടപാടുകൾ, ദാറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് മണി ലഭിക്കാവുന്നതാണ്. ഓക്കെ, Ace of Sword, Four of Sword, Ace of Cups. So again Ace of Cups ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എവിടെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ദാറ്റ് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഓക്കെ, ചിലർക്ക് സാമ്പത്തികമായിരിക്കും, ചിലർക്ക് സന്തോഷമാണ്, ചിലർക്ക് സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് ആകാം. ഓക്കെ, ചിലർക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിലാകാം. ഓക്കെ, എവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു, എവിടെ നിങ്ങൾക്ക് തോന്നിയിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി, ഓക്കെ, അവിടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വരികയാണ്, അവിടെയാണ് നിങ്ങൾക്ക് വിജയം വരുന്നത്. ചില പ്രേക്ഷകർ ഈ വിജയം മറന്നു പോയിട്ടുണ്ട്. ചില പ്രേക്ഷകർ ഈ പറയുന്ന സിറ്റുവേഷൻസിൽ എല്ലാ ഹോപ്പും വിട്ടു പോയിരിക്കുന്ന പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് സഡൻ ചേഞ്ച് ആണ് വരുന്നത്. ആൻഡ് ഈ ചേഞ്ചിൽ നിങ്ങൾ ഏറെ സന്തോഷമാണ്. ബിക്കോസ് എനിക്കിപ്പോൾ സ്മൈലിംഗ് ഫേസസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏറെ സന്തോഷത്തിൽ ആണ്. ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകർക്ക് ഇത് ലൈഫിൽ ഇറ്റ് ക്യാൻ ബി വിത്തിൻ 1 to 6 months. ഓക്കെ, സോ ജാനുവരിയാണിത്. ജാനുവരി ടു ജൂണിൻ്റെ ഇടയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത്. സോ ആൻഡ് സ്പെസിഫിക്കലി മാർച്ച് ടൈം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. സ്പ്രിംഗ് ടൈം നിങ്ങൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. ഏതൊക്കെ പ്രേക്ഷകർക്ക് ഈ എനർജി ക്ലെയിം ചെയ്യണം, ഈവൻ തോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതെൻ്റെ റീഡിങ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ക്ലെയിം ചെയ്തിടുക. ബിക്കോസ് മൈറ്റ് ബി ഫുൾ റീഡിങ് നിങ്ങൾക്കല്ലായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ബ്ലെസ്സിങ്സ്, ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ബ്ലെസ്സിങ്സിൻ്റെ ഒരു പാർട്ട് നിങ്ങളുടെ ലൈഫിലും വന്ന് ചേരുന്നതാണ് വൺസ് യു ക്ലെയിം. ഓക്കെ, ഓൾ റൈറ്റ്. സോ വാട്ട് എൽസ്? Conflict and defeat, Crown Chakra. Okay, ചില പ്രേക്ഷകർ നേരെ അല്ലെങ്കിൽ നേരത്തെ, അത് 5 മാസം മുമ്പാകാം, 5 വർഷം, അല്ലെങ്കിൽ 5 ദിവസം, 5 വീക്സ്, ഓക്കെ, മുമ്പേ നടന്ന ഒരു സംഭവം, ആ സംഭവം നിങ്ങൾക്ക് ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ക്രൗൺ ചക്ര നിങ്ങൾ ഓപ്പൺ ചെയ്യൂ. എന്തുകൊണ്ടാണ് ഈ സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നത്, അതിൻ്റെ ഒരു എൻലൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്രൗൺ ചക്രയിലൂടെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഈ സംഭവം വന്നാൽ തന്നെ നിങ്ങളുടെ ക്രൗൺ ചക്ര ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടാവും ക്രൗൺ ചക്ര ഡെവലപ്പ് ചെയ്യണം, പക്ഷേ നിങ്ങളത് അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം. ഇവിടെ നിങ്ങളുടെ ക്രൗൺ ചക്രയാണ് ഡെവലപ്പ് ആകുന്നത്. സോ വിൽ ടേക്ക് ആൻ അഡ്വൈസ് ഫ്രം ഏഞ്ചൽസ് and then we'll wrap it up. In the near future, റിലേഷൻഷിപ്സിനെ കുറിച്ച് ആലോചിക്കുന്ന പ്രേക്ഷകർ, സിംഗേഴ്സ്, ഇൻ ദ നിയർ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് വിത്തിൻ 3 to 6 months, ഓക്കെ, നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ ലഭിക്കുന്നതാണ്. ആസ് വെൽ ആസ് ദോസ് ഹു ആർ കപ്പിൾസ്, മാരീഡ്, സെപ്പറേറ്റഡ് ആകാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും കൂടി ഉണർവ് വരുന്നുണ്ട്. ഓക്കെ, ബോണ്ടിങ് വരുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ആൻഡ് ഈക്വാലിറ്റിയും ചില പ്രേക്ഷകർക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ആർക്കേഞ്ചൽ ശ്യാമലിനോട് പ്രാർത്ഥിച്ചവർ, ഓക്കെ, നിങ്ങൾക്ക് ആ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, so anything else? We'll see an affirmation as well. Affirmations for the collective. Affirmation for the collective. I surrender it all. എന്ത് ബുദ്ധിമുട്ടാണോ ഇപ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നത്,
ബിക്കോസ് എവിടെയോ എനിക്ക് ഫീൽ ആവുന്നുണ്ട് നിങ്ങൾ ട്രാപ്പ് ഫീൽ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് സറണ്ടർ ചെയ്യൂ. ബിക്കോസ് നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാപ്പ് എനർജി എന്താണോ അതിനെ മാറ്റേണ്ട ഡ്യൂട്ടി യൂണിവേഴ്സ് ഏറ്റെടുക്കുന്നതാണ്. ഓക്കെ, സോ യു ഹാവ് ടു സറണ്ടർ ഇറ്റ്. ഐ വിൽ ടേക്ക് വൺ മോർ കാർഡ്. ബൈ സ്പ്രെഡിങ് ലവിങ് എനർജി ഐ അട്രാക്ട് മോർ ലവ്. സോ ഇവിടെ പ്രേക്ഷകർ എന്താണ് ചെയ്യേണ്ടത്? ഈവൻ ദോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, നിങ്ങൾക്ക് വേണ്ട സ്നേഹം ഓക്കെ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം, പക്ഷെ മറ്റാൾക്കാരുടെ ജീവിതത്തിൽ ആ സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ബ്ലെസ് ദം ലവ്. ഓക്കെ, അവർക്ക് ലവ് ബ്ലെസ്സിങ്സ് ഏറെ കൊടുക്കൂ. ഓക്കെ, നിങ്ങൾ അവരുടെ ടെക്സ്റ്റിലോ അവരുടെ പിക്സിലോ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് യു ക്യാൻ ടെൽ ദ ഡിവൈൻ ടു ബ്ലെസ് ദം വിത്ത് മോർ ആൻഡ് മോർ. ഓക്കെ, അത് അവരുടെ സ്നേഹമാകാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ആകാം, ഔട്ട്ഫിറ്റ് ആകാം, പുതിയ വീടാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ബ്ലെസ് ദം. ഓക്കെ, നൗ അണ്ടർ ദ ഡെക്ക് വാസ് വെൻ ഐ ഷൈൻ ബ്രൈറ്റ് ഐ ഗിവ് അതേഴ്സ് പെർമിഷൻ ടു ഷൈൻ വിത്ത് മീ. ഓക്കെ, സോ ഞാൻ ദാറ്റ് ഈസ് എൻ്റെ ഷൈൻ. അത് ഫെയിം ആകാം, റിക്കഗ്നിഷൻ ആകാം, പണമാകാം, സമ്പാദ്യമാകാം. ഞാൻ ഉയരുമ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്നവരും ഉയരും എന്നുള്ള സങ്കല്പം നിങ്ങൾ ഏറ്റെടുക്കുക. ആൻഡ് ദെൻ സറണ്ടർ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. ഏറ്റെടുക്കൂ ദാറ്റ് നിങ്ങൾ വളരുന്ന അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഉന്നതി വരുത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ എന്ന് സങ്കല്പം എടുത്തിട്ട് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കൂ, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ. ഓക്കെ ഗായ്സ്, സോ ഇത്തിരി ഹെവി എനർജീസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, മൈ ബി യു ആർ മോർ ഇൻ ദിസ് എനർജി വിച്ച് ഈസ് വാലിഡ്. ഓക്കെ, വാലിഡ് ആണ്, ബട്ട് ദിസ് ഈസ് വാട്ട് ദി യൂണിവേഴ്സ് വാണ്ട്സ് ടു ടെൽ യു. ഓക്കെ, സോ എൻ്റെ ഡിവൈൻ പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സമാധാനം കൊണ്ടുതരുന്നുണ്ടെങ്കിൽ, ആൻഡ് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.